എന്താണ് ആ കൻസിൽ? അല്ലാഹു അഅലം. ആ കൻസിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൻസിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ രണ്ടായത്തുകളെ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ എനിക്ക് മുമ്പുള്ളവർക്ക് നൽകപ്പെട്ടിട്ടില്ല, ഇനി ആർക്കും നൽകപ്പെടാനും പോകുന്നില്ല. അത് അർശിൻ്റെ താഴെയുള്ളൊരു കൻസുണ്ട്. എന്താണ് ആ കൻസിൽ? അല്ലാഹു അഅലം. ആ കൻസിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൻസിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ രണ്ടായത്തുകളെ. അല്ലാഹു അഅലം എന്താണത്. പക്ഷെ അതിൽ നിന്നാണ് ഈ അവസാനത്തെ രണ്ടായത്തുകൾ നമുക്ക് നൽകിയത്. ഈ രണ്ടായത്തുകൾ മുറുകെ പിടിച്ചോളൂ. പ്രത്യേകിച്ചും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സലഫുകൾ അത് മറന്നുപോകുന്ന ഭയപ്പെട്ടിട്ട് ഇശാന്റെ സുന്നത്ത് നമസ്കാരത്തിൽ ഓതുമായിരുന്നു. ഇശാന്റെ സുന്നത്ത് നമസ്കാരത്തിൽ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, രാത്രിയിൽ അത് ഓതി. മാത്രമല്ല ചില റിവായത്തിലെ പ്രയോഗം ബി ആയതൈൻ, അത് നിസ്കാരത്തിൽ ഓതുന്നതിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നിസ്കാരത്തിൽ ഓതലാണ് കൂടുതൽ ഫദ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ഉമ്മത്തിനും നൽകപ്പെടാത്ത മഹത്തായ രണ്ടായത്തുകളാണ്. മഹത്തായ രണ്ടായത്തുകൾ. ഇത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണെങ്കിൽ അതിനെ നമ്മൾ അവഗണിക്കരുത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ രണ്ടായത്തുകളെങ്കിലും, സൂറത്തുൽ ബഖറയിൽ നിന്ന് ആയത്തുൽ കുർസി, അതേപോലെ ഈ രണ്ടായത്തുകൾ നമ്മുടെ മക്കളെ കാണാതെ പഠിപ്പിച്ചേ മതിയാകൂ. റബ്ബ് തൗഫീഖ് നൽകട്ടെ.